അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ ഗൂഢാലോചന നടത്തുന്ന വിവരം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ആ രാത്രി തൻ്റെ കൂടെ എപ്പോഴും നിഴൽ പോലെ ഉണ്ടായിരുന്ന സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു വരുത്തി, നമ്മൾ മദീനയിലേക്ക് പുറപ്പെടാൻ അനുവാദം ലഭിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ച ഒരേ ഒരു ചോദ്യം ഇതായിരുന്നു: അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്കും കൂടെ വരാൻ ഭാഗ്യമുണ്ടാവുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉണ്ട് എന്ന മറുപടി കേട്ടപ്പോൾ സന്തോഷത്താൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. യാത്രയ്ക്കായി അദ്ദേഹം നേരത്തെ തന്നെ 2 ഒട്ടകങ്ങളെ ഒരുക്കി വെച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊലപ്പെടുത്താൻ വീടിന് ചുറ്റും ശത്രുക്കൾ വാളുമായി കാത്തുനിന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ വീട്ടിൽ നിന്ന് സുരക്ഷിതനായി പുറത്തിറങ്ങി. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലെത്തി. അവിടെ നിന്ന് അവർ മക്കയ്ക്ക് പുറത്തുള്ള സൗർ ഗുഹയിലേക്ക് നടന്നു. കാലടികൾ മറക്കാനും കാര്യങ്ങൾ രഹസ്യമാക്കാനും വളരെ കരുതലോടെയായിരുന്നു ആ യാത്ര. ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്വേഷിച്ച് കാടും മലയും അരിച്ചുപെറുക്കി. അവർ സൗർ ഗുഹയുടെ കവാടത്തിന് തൊട്ടടുത്ത് വരെ എത്തി. പുറത്ത് ശത്രുക്കളുടെ ശബ്ദം കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം ഭയന്നുപോയി. നബിയെ, അവർ നമ്മളെ കണ്ടുപിടിച്ചാൽ എന്തു ചെയ്യും എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ശാന്തനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂബക്കറെ, ഭയപ്പെടേണ്ട, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ആ അത്ഭുതകരമായ നിമിഷത്തിൽ അല്ലാഹുവിൻ്റെ സംരക്ഷണം കൊണ്ട് ശത്രുക്കൾ ഗുഹയ്ക്കുള്ളിലേക്ക് നോക്കാതെ മടങ്ങിപ്പോയി. 3 ദിവസത്തെ താമസം കഴിഞ്ഞ് അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖ് എന്ന പരിചയസമ്പന്നനായ വഴികാട്ടിയുടെ സഹായത്തോടെ അവർ മദീനയിലേക്ക് യാത്ര തുടർന്നു. മണൽക്കാടുകൾക്കിടയിലൂടെയുള്ള ആ യാത്രയിൽ പല പ്രതിസന്ധികളും ഉണ്ടായി. സറക്ക എന്ന സ്ഥലത്ത് വെച്ച് സുറാഖ ബിൻ മാലിക് എന്നയാൾ നബിയെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകളിലൂടെ നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹു രക്ഷപ്പെട്ടു. നീണ്ട ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവർ മദീനയുടെ അതിർത്തിയായ ഖുബായിൽ എത്തിച്ചേർന്നു. മദീനയിലെ അൻസാറുകൾ അങ്ങേയറ്റം സന്തോഷത്തോടെയും ആവേശത്തോടെയും പ്രവാചകനെയും അബൂബക്കർ റളിയല്ലാഹു അൻഹു വരവേറ്റു. മദീനയിലെത്തിയതോടെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ പുതിയൊരു യുഗത്തിന് തുടക്കമായി. ആ യാത്ര കേവലം ഒരു നാടുവിടൽ മാത്രമായിരുന്നില്ല. വിശ്വാസത്തിൻ്റെ ശക്തിയും പരസ്പരമുള്ള സ്നേഹവും സത്യസന്ധതയും തെളിയിച്ച ഒരു വലിയ പോരാട്ടമായിരുന്നു. പ്രയാസഘട്ടങ്ങളിൽ അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം എങ്ങനെയാണ് വിജയത്തിലേക്ക് നയിക്കുക എന്നതിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ് നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ യാത്രയിലുടനീളം കാണിച്ചത്.